അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LGSന്റെ പരീക്ഷ കഴിഞ്ഞ് എല്ലാ ഉദ്യോഗാർത്ഥികളും അതിൻ്റെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയും കാത്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ ദിവസേന എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ മറുപടി എന്നോണമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 4,70,76,953 പേര് അപേക്ഷിച്ച ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ 2,03,257 പേര് മാത്രമാണ് പരീക്ഷ എഴുതിയത്. അതായത് ഏകദേശം 42.62% പേർ മാത്രമാണ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതിയത് എന്നുള്ള കാര്യം എല്ലാവരും ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. കാരണം പരീക്ഷയ്ക്ക് അപേക്ഷിച്ച പകുതി ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതിയില്ല എന്നുള്ളതാണ് കൃത്യമായ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ നടന്നത്. അതിൽ ആദ്യഘട്ട പരീക്ഷയിൽ നിന്നും മൂന്നാം ഘട്ട പരീക്ഷയിൽ നിന്നും 5 വീതം ചോദ്യങ്ങൾ റദ്ദാക്കി. അതുപോലെ തന്നെ നാലാം ഘട്ടത്തിലെ 9 ചോദ്യങ്ങളാണ് റദ്ദാക്കിയത്. ഈ ഘട്ടത്തിലെ ഒരു ചോദ്യത്തിന് ഉത്തരത്തിൽ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ട പരീക്ഷയിലെയും ഒരു ഉത്തരം തിരുത്തി. അപ്പോൾ ഇങ്ങനെയാണ് 4 ഘട്ട പരീക്ഷകളുടെ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്തുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ലാസ്റ്റ് ഗ്രേഡ്. അപ്പോൾ ജൂലൈ 17-ാം തീയതിയാണ് അതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുറയ്ക്ക് തന്നെ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ആണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമെടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജൂലൈയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജുകൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാതെ തങ്ങളുടെ പ്രൊഫൈലിൽ നിരന്തരമായിട്ട് ചെക്ക് ചെയ്ത് തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നോ എന്ന് ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം ഒരു പീരീഡ് ഓഫ് ടൈം മാത്രമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. ആ പ്രസ്തുത സമയത്തിനുള്ളിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ ഉൾക്കൊള്ളുകയില്ല എന്ന് മാത്രമല്ല നമ്മളെ പിന്തള്ളി മറ്റ് നമ്മളുടെ തൊട്ട് പുറകിലുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്കിൽ ഇടം നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ പ്രൊഫൈലിൽ നിരന്തരമായിട്ട് ചെക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ PSC ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.